ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദിണ്ടിഗലിൽ വെച്ച് SIT ചോദ്യം ചെയ്തത് യഥാർത്ഥ ഡി മണിയെ തന്നെയെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഡി മണിയുടെ യഥാർത്ഥ പേരാണ് M സുബ്രഹ്മണ്യം. അതിന്റെ ചുരുക്കപ്പേരാണ് MS മണിയെന്നും അന്വേഷണ സംഘം ഉറപ്പിച്ചു കഴിഞ്ഞു. പോറ്റിയും മണിയുടെ സഹായിയായ ശ്രീകൃഷ്ണനും ഫോണിൽ സംസാരിച്ചതിന്റെ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. താൻ ഡി മണി അല്ലെന്ന ദിണ്ടിഗൽ സ്വദേശി സുബ്രഹ്മണ്യത്തിന്റെ വാദം കേസിനെ വഴിതെറ്റിക്കാനാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയുടെ സംഘവും തമ്മിൽ ബന്ധം ഉണ്ട് എന്നതിന്റെ സൂചനകൾ SITക്ക് ലഭിക്കുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ വിളി വിവരങ്ങളിൽ ഡി മണിയുടെ സഹായി ശ്രീകൃഷ്ണന്റെ നമ്പർ വന്നതാണ് സംശയത്തിന്റെ അടിസ്ഥാനം. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ഇത് ഉറപ്പിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. അതിനായി ഡി മണിയെയും സഹായി ശ്രീകൃഷ്ണനെയും SIT ഇനിയും വിശദമായി ചോദ്യം ചെയ്യും. ഡി മണി ഈ മാസം 30-ന് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാമെന്ന് അറിയിച്ചിരുന്നു. ശ്രീകൃഷ്ണനെയും തിരുവനന്തപുരത്ത് എത്തിച്ച് ചോദ്യം ചെയ്യാനായിരിക്കും SITയുടെ നീക്കം. ബാലമുരുകൻ എന്നത് ഡി മണിയുടെ സുഹൃത്താണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ബാലമുരുകനെ ഇന്ന് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. എന്നാൽ ഇപ്പോൾ താൻ ജീവൻ ഒടുക്കുമെന്ന് ഭീഷണി മുഴക്കുകയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്ത ഡി മണി. താൻ നിരപരാധിയാണെന്നും തന്നെ വേട്ടയാടരുതെന്നും ഡി മണി പറയുന്നു. മണിയുടെ സംഘത്തിലെ അംഗമെന്ന് സംശയിക്കുന്ന ശ്രീകൃഷ്ണനെ അറിയില്ലെന്നും പറയാൻ ഉള്ളതെല്ലാം SITയോട് താൻ പറഞ്ഞെന്നും ഡി മണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു ഡി മണിയുടെ ഈ പ്രതികരണം. തന്റെ പേര് ഡി മണിയല്ലെന്നും MS മണിയാണെന്നും ഡി മണി ആവർത്തിച്ച് പറയുകയും ചെയ്തു. SITയോട് എല്ലാം പറഞ്ഞു, ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചു. ചെറിയ ബിസിനസ്സുകൾ മാത്രമാണ് ഉള്ളത്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കും. SITക്ക് മുന്നിൽ ഞാൻ ഹാജരാകും. എന്നെ മോശമായാണ് ചിത്രീകരിക്കുന്നത്. ഞാനൊരു സാധാരണക്കാരനാണ്. പടിപടിയായാണ് വളർന്നത്. കേരളത്തിലേക്ക് അധികം വരാറില്ല. ശബരിമലയിൽ ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ സ്വത്തുക്കളെല്ലാം നിയമവിധേയമാണെന്നും മണി ആവർത്തിച്ചു പറഞ്ഞു. ഞാൻ ഉപയോഗിക്കുന്നത് ഉറ്റ സുഹൃത്തായ ബാലമുരുകൻ്റെ സിമ്മാണ്. അവനും ഒരു പാവമാണ്. നമുക്ക് രണ്ടുപേർക്കും ഈ കേസുമായി ഒരു ബന്ധവുമില്ല എന്നാണ് ഡി മണി പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ദിണ്ടിഗലിലെത്തി ഡി മണിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്ന് ഡി മണി പറഞ്ഞിരുന്നു. മണിയുടെ ആദ്യ ദൃശ്യങ്ങൾ ഇന്നലെയാണ് പുറത്തു വന്നത്. SIT സംഘം ഇയാളെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. ശബരിമല സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായിയുടെ മൊഴിയിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് ഡി മണി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നായിരുന്നു വ്യവസായി നൽകിയ മൊഴി. ഈ കച്ചവടത്തിൽ ശബരിമലയിലെ ഒരു ഉന്നതൻ പണം വാങ്ങിയെന്നും വ്യവസായി മൊഴി നൽകിയിരുന്നു. പുരാവസ്തു കടത്ത് സംഘത്തിലുള്ള ഡി മണിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയതെന്നും തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു ഇടപാടുകൾ നടത്തിയത് എന്നുമായിരുന്നു ഇയാളുടെ മൊഴി. ഡി മണിയുടെ സാമ്പത്തിക വളർച്ചയിൽ വലിയ ദുരൂഹത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സാധാരണ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന മണി 6 വർഷം കൊണ്ടാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഓട്ടോക്കാരിൽ നിന്ന് തുടങ്ങിയ മണി റിയൽ എസ്റ്റേറ്റ്, ഫിനാൻസ്, ഗോൾഡ് ലോൺ തുടങ്ങിയ ബിസിനസ്സുകളിലേക്ക് പെട്ടെന്ന് തന്നെ വളർന്നു. ഒരിക്കലും സിനിമാ തിയേറ്ററിൽ ക്യാൻറ്റീൻ നടത്തി പോപ്കോൺ കച്ചവടവും മണി നടത്തിയിരുന്നു. ഇയാളുടെ അതിവേഗത്തിലുള്ള സാമ്പത്തിക വളർച്ച ഉൾപ്പെടെ SIT പരിശോധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ.